ഹലോ, ജോജ്മാസ് കിച്ചൺ ട്രിക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോമ്പിൻ്റെ ഇഫ്താർ ദിവസങ്ങളിൽ മിക്കവാറും ഉമ്മ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ഒരു റെസിപ്പിയാണ്. അത് വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയൊന്നുമല്ല. ഇത് സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഉപ്പ പണ്ടുണ്ടായിരുന്നപ്പോൾ അവിടെ നോമ്പിന് എല്ലാ ദിവസങ്ങളിലും ഉപ്പാക്ക് കിട്ടാറുണ്ടായിരുന്നതായിരുന്നു. അങ്ങനെ ഉപ്പാക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ് അലീസ. അപ്പോൾ അലീസയിൽ തന്നെ മട്ടൻ വെച്ചിട്ടും ചിക്കൻ വെച്ചിട്ടും ബീഫ് വെച്ചിട്ടും അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള അലീസ ഉമ്മ മിക്കവാറും ഈ നോമ്പ് ദിവസങ്ങളിൽ ഒരാഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതും കട്ട്ലറ്റിൻ്റെയും റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അലീസ ഓതൻറ്റിക്കായിട്ട് ഉണ്ടാക്കുന്നത് മുഴുവനായിട്ടുള്ള വലിയ ഗോതമ്പ് വെച്ചിട്ടാണ്. അത് ഒരുപാട് വേവിച്ച് അലിയിച്ചിട്ടാണ് റിയൽ ഓതൻറ്റിക് അലീസ ഉണ്ടാക്കുന്നത്. നമ്മൾ ഇത് സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ആവുമ്പോൾ തന്നെ, പ്രത്യേകിച്ചും നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ജീരകക്കഞ്ഞി കഴിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഇത് കഴിക്കുക. അപ്പോൾ വളരെ കുറച്ച് മതി. മാത്രമല്ല വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രോക്കൺ വീറ്റ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളിതുപോലെ കുതിർത്ത് വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്. അങ്ങനെ കുതിർത്ത് വെച്ചിട്ട് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് വരും ഗോതമ്പ്, നുറുക്ക് ഗോതമ്പ്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അങ്ങനെ സോഫ്റ്റായിട്ടുള്ള ഗോതമ്പ് നമുക്കവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് ഒരു കുക്കറിലേക്ക് ഇതുപോലെ നെയ്യിട്ട് കൊടുക്കാം. നെയ്യിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നെയ്യിട്ടിട്ട് അതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇതിന് ഇങ്ങനെ പ്രത്യേകിച്ചൊരു കണക്കില്ല, ഇത്രയ്ക്ക് ഇത്ര അങ്ങനെയില്ല. നമുക്കിപ്പോൾ സവാള അതിൽ കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. സവാളയുടെ ടേസ്റ്റ് കുറച്ച് ആവശ്യമുള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. സവാള നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. എന്നിട്ടിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ കാഷ്യൂസും റേസിൻസും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അലീസ പലരും പല രീതിയിൽ ഉണ്ടാക്കി കണ്ടിട്ടുണ്ട്. അതായത് പൊടികൾ ചേർത്ത് ഒരു ഇന്ത്യൻ മസാല രൂപത്തിൽ ചെയ്യുന്നവരും ഒത്തൻറ്റിക്കായിട്ട് ചെയ്യുന്ന രീതിയും നമ്മുടെ ചാനലിൽ തന്നെ നേരത്തെ ഒരു അലീസയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. കുറച്ച് പൊടികൾ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന റെസിപ്പി. നിങ്ങളതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. നമ്മൾ കുക്കറിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതുകൊണ്ടും കൂടിയാണ് ഈ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ചെയ്തെടുക്കുന്നത്. ഈ നമ്മൾ നോമ്പിൻ്റെ മറ്റുള്ള സാധനങ്ങൾ, നോമ്പ് തുറയുടെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ടൈമിൽ ഇത് കുക്കറിലങ്ങ് വേവിച്ചിട്ട് കഴിഞ്ഞാൽ ഈ നമ്മുടെ തറാവി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന സമയമാകുമ്പോഴത്തേനും നല്ല പോലെ ഇത് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ കുക്കറിൽ അങ്ങനെ വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ ഈ സെയിം നെയ്യിലേക്ക് തന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, മുഴുവൻ കുരുമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് കുറച്ചധികം വേണം. ഈ അലീസയിൽ കുരുമുളക് കടിക്കുന്നത് ഭയങ്കര നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പം 3-4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് മാത്രം സവോളയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന നുറുക്ക് ഗോതമ്പ് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ കാണിക്കുന്നത് മട്ടൺ വെച്ചിട്ടുള്ള അലീസയാണ്. അപ്പം മട്ടൺ
മട്ടൻ്റെ പീസസ് കുഞ്ഞിതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് വെന്ത് കഴിയുമ്പോൾ മട്ടൻ ഒന്നും തന്നെ ഇതുപോലെ കാണാൻ കിട്ടില്ല. എല്ലാം അതിൽ അലിഞ്ഞുടഞ്ഞു പോയിട്ടുണ്ടാവും. കുഞ്ഞു കുഞ്ഞു പീസസൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അത്രയും അത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ മട്ടൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇത് ബീഫ് വെച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ ചിക്കൻ വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത്രയും, അതായത് നമ്മുടെ ഗോതമ്പ് മുങ്ങത്തക്ക അതിൽ കുറച്ച് മുകളിൽ വെള്ളം വെച്ചിട്ട് കുക്കർ അടയ്ക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ അത്രയും മതിയാവും. എന്നിട്ട് അത് അങ്ങനെ തന്നെ വെച്ചേക്കുക. അപ്പോൾ നല്ല പോലെ കുറച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലതുപോലെ ഇത് വെന്തിട്ടുണ്ടാവും. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുക്കർ തുറക്കുമ്പോൾ ആ ഹോൾ സ്പൈസസ് ഒക്കെ തന്നെ മേളിൽ അങ്ങനെ വന്നിട്ട് കിടക്കുന്നുണ്ടാവും. ആ നമ്മുടെ കണ്ണിൽ പെടുന്ന ഹോൾ സ്പൈസസ് ആദ്യം തന്നെ അതിൽ നിന്ന് എടുത്ത് മാറ്റാം. കാര്യം ഇത് കഴിക്കുമ്പോൾ ഈ ഹോൾ സ്പൈസസ് കടിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു മസാലകളും അതിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പി ആയതുകൊണ്ട് തന്നെ ഇത് മേളിൽ കടിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ കുരുമുളക് മാത്രം നമുക്കിതിൽ കടിച്ചാൽ മതി. ബാക്കിയെല്ലാം മാറ്റിയിട്ട് ഇതിനെ നമുക്ക് വേറൊരു കുറച്ചും കൂടെ ഒരു വലിപ്പമുള്ളൊരു പാനിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ അളവും ഇതേപോലെ തന്നെയാണ്. 1 പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഏകദേശം ഒരു അളവുണ്ടാവുമല്ലോ, ഇതിൻ്റെ ഒരു ഒപ്പത്തിന് നിൽക്കുന്ന പോലെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതൊന്ന് കട്ടയായിട്ടുണ്ടാവും കുക്കറിൽ ഇരുന്നിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് സമയം എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഫൈനലിൽ ഇതിൽ നിന്ന് ഒരു 2 വലിയ സ്പൂൺ ഗോതമ്പ് എടുത്തിട്ട് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള അലീസ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് ഉപ്പ എപ്പോഴും പറയും, അവർക്ക് സൗദിയിൽ വെച്ചിട്ട് നോമ്പിന് എല്ലാ ദിവസവും ഇതുണ്ടാവും ഇത്രേ. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ നിന്നാണല്ലോ ഫുഡ് കിട്ടുക നോമ്പിന്. ആ സമയത്ത് എല്ലാ ദിവസവും ഉള്ള ഒരു റെസിപ്പിയാണ് എന്നാണ് പറയുന്നത്. ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഈ ഉടയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന സ്പൈസസ് ഒക്കെ വീണ്ടും എടുത്ത് മാറ്റാം. കണ്ടോ, നല്ല തിക്കായിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള കുറുകിയിട്ടുള്ള അലീസ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്താണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ ഒരു പരുവത്തിലേക്ക് റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും ലാസ്റ്റ് ആ ടേസ്റ്റ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറാണ് ഇത് കഴിക്കുന്ന സമയത്ത് മുന്നിൽ നിൽക്കുന്നത് കേട്ടോ.
ഫൈനലി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒണിയനും കാഷ്യൂനട്ട്സും റൈസിൻസും മേളിൽ ഒന്ന് വിതറി കൊടുത്തിട്ട് വേണം ഇത് സെർവ് ചെയ്യാൻ വേണ്ടി. ലാസ്റ്റ് ടൈമിൽ ഇത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ക്രഞ്ചനെസ്സും കൂടെ ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അലീസ. കാര്യം വേറെ മസാലകളൊന്നുമില്ലാത്ത ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ഡിഷാണ് അലീസ എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് ലാസ്റ്റ് നമ്മൾ കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കഴിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആ മസാലയുടെ കുത്തുകളോ ഒന്നുമില്ലാത്ത നല്ലൊരു റെസിപ്പിയാണ്. വേഗം തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗോതമ്പ് ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർക്കണം എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ചേർത്തിട്ടുള്ള അലീസയാണ് ഇത്. അപ്പോൾ കണ്ടോ, കുറച്ചും കൂടെ നല്ല കുഴമ്പനായിട്ടാണ് ഫൈനലി നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് അതിരിക്കുക. അടുത്ത നമ്മുടെ റെസിപ്പി നല്ലൊരു കട്ട്ലേറ്റാണ്. കട്ട്ലേറ്റിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതൊന്ന് മൊരിച്ചെടുക്കുക. അതിലേക്ക് സവാള കുഞ്ഞതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത ബീഫ് അതൊന്ന് ക്രഷ് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അതിട്ട് നല്ലപോലെ ഒന്ന് അതിലെ വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് മൊരിച്ചെടുക്കാം. വേവിക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഇപ്പോഴാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഫൈനലി മുളക് പൊടി കുറച്ച് മാത്രം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഒരു മസാലയിലേക്ക് പിടിപ്പിച്ച് അതിൻ്റെ ഒരു മസാലകളുടെ കുത്തൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഇതിനൊരു ആ ഒരു പുളിപ്പ് രസം മസാലയ്ക്ക് ഉണ്ടാകുന്നത് കട്ട്ലേറ്റ് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് മുരിച്ചെടുത്ത ഈ മസാല നമ്മൾ പൊട്ടറ്റോ നല്ലപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പൊട്ടറ്റോയിൽ ഒട്ടും തന്നെ കട്ടപ്പെടാതെ നല്ലപോലെ മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇനി അതിനെ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇതുപോലെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ റോൾ ചെയ്തിട്ട് എടുക്കണം. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കട്ട്ലേറ്റ് കുറച്ചുകൂടെ നല്ല മുരിഞ്ഞ് കിട്ടും. ഇനി ഇതുപോലെ അച്ചിൽ വെച്ചിട്ടോ കയ്യിൽ വെച്ചിട്ടോ നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. എല്ലാ കട്ട്ലറ്റും ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക.
ഇനി അതിനെ നമുക്ക് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ പൊരിച്ചെടുക്കണം എന്ന് പറയാൻ കാര്യം, ഒരിക്കൽ ഇതുപോലെ ഓയിലിൽ പൊരിച്ച സമയത്ത് ഇതിങ്ങനെ പൊട്ടി പോവായിരുന്നു കട്ട്ലറ്റ്. അപ്പം ഞാൻ വിചാരിച്ചു കട്ട്ലറ്റിൻ്റെ മിക്സിൻ്റെ പ്രശ്നമായിരിക്കും എന്ന്. അല്ല, ആ സെയിം തന്നെ ഞാൻ ഉമ്മ അടുത്ത് പറഞ്ഞു ഇതെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു അത് നീ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് പൊരിച്ച് നോക്കാൻ പറഞ്ഞു. വെളിച്ചെണ്ണയിൽ പൊരിച്ചപ്പോൾ അതിലൊരു പ്രശ്നവുമില്ല, നല്ല ഭംഗിയായിട്ട് എവിടെയും പൊട്ടാതെ കിട്ടി. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല വിലയാണ്, എന്നാലും നമ്മൾ സ്നാക്ക് വല്ലപ്പോഴൊക്കെ അല്ലേ ഉണ്ടാക്കുകയുള്ളൂ. ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവും, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റിൻ്റെ റെസിപ്പി. ഇന്നത്തെ 2 റെസിപ്പിയും ഇതുപോലെ ജോജുമ കുറേ ഇതുപോലെ നോമ്പിനെ നമുക്ക് ഉണ്ടാക്കി തന്ന റെസിപ്പീസാണ്. നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്